ഇന്നൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ പോർഷൻ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം സെറി കൊടുത്താണ് എടുക്കുന്നത്. സെറി ദയാൽജി ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലോക്കൽ നീഡിലുമാണ് യൂസ് ചെയ്യുന്നത്. ഈ വരച്ച മാർക്കിലൂടെ തന്നെ സെറിയുടെ ഒരു 2-3 ലെയർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സെറിയുടെ ഒരു 2 ലെയർ കൊടുത്താണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് ബീഡ് വർക്കാണ്. ബീഡ് വർക്കിന് വേണ്ടി ഇതുപോലത്തെ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 4 ബീഡ്സ് ഉപയോഗിച്ചുള്ള ലോഡ് സ്റ്റിച്ചാണ് ആദ്യത്തെ ലെയറായിട്ട് ചെയ്തെടുക്കുന്നത്. ലോഡ് സ്റ്റിച്ച് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് സെൻറ്ററിലായിട്ട് റെഡ് 3mm ബീഡും അതിന് ചുറ്റുമായിട്ട് ഗോൾഡ് കളറിലെ 3mm ബീഡും കൊടുത്താണ് എടുക്കുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലെല്ലാം ഈക്വലായിട്ടുള്ള ഗ്യാപ്പ് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലുള്ള ആ ചുവന്ന കളറിലെ ബീഡ് നല്ല ഭംഗിയായിരുന്നു. ആ ഗ്രീൻ ബ്ലൗസിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇനി 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ B7000 ഉപയോഗിച്ച് ക്ലിപ്പ് സ്റ്റോൺസ് ആണ് ഒട്ടിച്ചെടുക്കുന്നത്. സ്റ്റോൺസ് എല്ലാം ഇതുപോലെ വെച്ച ശേഷം നല്ലപോലെ ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ കോയിൻസ് ആണ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഈ കോയിൻസ് ഞാനിവിടെ ഹാങ് ചെയ്തിടുന്ന രീതിയിലല്ല ഒട്ടിച്ച് കൊടുക്കുവാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ഇതങ്ങ് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ അതാകുമ്പം എങ്ങോട്ട് മൂവായി പോകത്തില്ല. ആക്കിയിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതാകുമ്പോൾ ഞാനങ്ങ് ഒട്ടിച്ചു കൊടുത്തു. B7000 ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ താഴെ കോയിൻസ് ഒട്ടിച്ചെടുക്കാം. പിന്നെ കോയിൻസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. എല്ലാം ഒരേ പിക്ചർ ഉള്ളതായിരിക്കണം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ കോയിൻസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഹെവി ലുക്കായിരുന്നു. കാണുമ്പോൾ തോന്നും ഭയങ്കര ഹെവി വർക്കാണെന്ന്. എന്നാൽ വളരെ നിസ്സാരമായ വർക്കായിരുന്നു ഇത്. ആകെക്കൂടെ ലോഡ് സ്റ്റിച്ചായിരുന്നു ഇടാനായിട്ട് ശകലം പാടുണ്ടായിരുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്. എന്നാൽ കണ്ടാൽ നല്ല എലഗൻറ്റ് ലുക്കും ഉണ്ട്. പിന്നെ ഈ അതായത് കോയിൻസിൻ്റെ മുകളിലായിട്ട് അവിടെ ആ ഒരു ഭാഗം മറയുന്നതിന് വേണ്ടി ചെറിയ ക്ലിപ്പ് സ്റ്റോൺ, അതായത് ചെറിയ സ്ക്വയർ ഷേപ്പിലെ ക്ലിപ്പ് സ്റ്റോണാണ് ഞാനവിടെ ഒട്ടിച്ചെടുക്കുന്നത്. മുകളിൽ കൊടുത്തത് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ടാണ് താഴെ സ്ക്വയർ ഷേപ്പ് തന്നെ എടുത്തത്. അല്ലാതെ മുകളിൽ സ്ക്വയറും താഴെ റൗണ്ടും ഒക്കെ വരുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്ക്വയർ തന്നെയാണ് താഴെയും കൊടുത്തെടുത്തത്. അല്ലാതെ നിങ്ങൾക്കും ആദ്യം ഞാനൊന്ന് വച്ച് നോക്കിയപ്പോൾ രണ്ടും വേറെ വേറെ ആകുമ്പോൾ അതൊരു ഭംഗിയില്ലായ്മ പോലെ തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. നെക്ക് ഈ ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിലും സ്ലീവ്സിൽ ചെറിയ തോതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ കാണിക്കുന്ന പോലെയാണ് ഫൈനൽ ലുക്ക്. സ്ലീവ്സ് ഇതുപോലെ, അതുപോലെ സ്ലീവ്സിൽ അവിടെ അവിടെയായിട്ട് സ്കാറ്ററിംഗ് ആയിട്ട് കുട്ടി കുട്ടി ഫ്ലവേഴ്സും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.